അർജുനെ, നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട നിരവധി സന്നദ്ധ പ്രവർത്തകരും DYFI, സേവാഭാരതി, അങ്ങനെ നിരവധി പേർ അവിടെ മനുഷ്യത്വത്തോടെ ഒന്നും ആഗ്രഹിക്കാതെ മനുഷ്യത്വത്തോടെ വന്ന് പ്രവർത്തിച്ചവരാണ്. അതിനിടയിൽ ചിലപ്പോഴൊക്കെ നമ്മൾ കാണാതെ പോയ ഹീറോസ് ഉണ്ട്. അവരാണ് വൈറ്റ് ഗാർഡ് എന്ന് പറയുന്നത്. അവർക്കൊരു ബിഗ് സല്യൂട്ട് നമ്മൾ ഈ സമയത്ത് കൊടുക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കൊറോണ സമയത്തും ഒക്കെ അവരുടെ പ്രവർത്തനം, മൃതശരീരങ്ങൾ മറവ് ചെയ്യാനാണെങ്കിലും ആ സമയത്ത് നമ്മൾ പോലും അടുക്കാൻ കൊറോണ രോഗികളുടെ അല്ലെ കൊറോണ മൂലം മരിച്ചവരുടെ അടുത്തേക്ക് പോകാൻ ഭയപ്പെടുമ്പോൾ ഒരു ഭയവുമില്ലാതെ സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ പോയവരാണ് ഈ വൈറ്റ് ഗാർഡ്. അവർക്ക് കിട്ടിയ പരിശീലനം ഒക്കെ അങ്ങനെയാണ്. അർജുൻ എന്താണ് തോന്നുന്നത് ഈ വൈറ്റ് ഗാർഡിനെ കുറിച്ച്? തന്നെ ഞാൻ വൈറ്റ് ഗാർഡിനെ കുറിച്ച് മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിലും വളരെ സീരിയസ് ആയിട്ട് ഈ വൈറ്റ് ഗാർഡ് എന്താണ് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഈ വയനാടിലെ ഈ ഇഷ്യൂവിനെ തുടർന്നാണ്. അതിനെ തുടർന്ന് ഈ വൈറ്റ് ഗാർഡ് എന്താണെന്ന് ഈ മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗ് എങ്ങനെയാണ് ഈ വൈറ്റ് ഗാർഡിലേക്ക് എത്തിപ്പെട്ടതെന്നും അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ ശ്രമിക്കുന്നതിനിടയിലാണ് എനിക്ക് വാട്സപ്പിൽ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ട്, അതായത് ഈ വൈറ്റ് ഗാർഡിൻ്റെ പരിശീലനം സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമുക്ക് വേണമെങ്കിൽ ആർമി ട്രെയിനിങ് എന്ന് പറയാൻ പറ്റില്ല, അത്രയും വരില്ല. എന്നാലും നമ്മുടെ കേരളത്തിലെ ഫയർഫോഴ്സിനോ അല്ലെങ്കിൽ പോലീസിൻ്റെ കമാൻഡോസിനൊക്കെ കൊടുക്കുന്ന പോലത്തെ ട്രെയിനിങ്, അതായത് വലിയ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് റോപ്പിട്ട് അവർ ഇറങ്ങുന്നു, കയറുന്നു, അതേപോലെ തന്നെ റോപ്പിലൂടെ അടുത്ത ഒരു കെട്ടിടത്തിലേക്ക് അവർ പോകുന്നു, അതുപോലെ കുപ്പിച്ചിൽ നിലത്തിട്ടിട്ട് അതിൻ്റെ മുകളിലൂടെ നടന്ന് ശീലിക്കുന്നു, വലിയ വെള്ളമുള്ള സ്ഥലത്ത് പോകുന്നു, അതേപോലെ തന്നെ സ്വിമ്മിംഗ് പൂളിനകത്ത് ആഴത്തിൽ പോയി എത്ര നേരം നിൽക്കാൻ പറ്റുമെന്ന് ശ്രമിക്കുന്നു, അതേപോലെ ആളുകളെ തോളത്തിനെടുത്ത് ഓടുന്നു. ഒരു ദുരന്ത മുഖത്ത്, അതെ ഒരു ദുരന്ത മുഖത്ത് എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് എന്നതിനെ അടിവരയിട്ട ഉദാഹരണങ്ങളാവുകയാണ് അവരുടെ ട്രെയിനിങ്ങിൻ്റെ വീഡിയോസ്. ആ വീഡിയോസ് ഞാൻ ഇന്നലെ നോക്കുന്ന തരം ഈ വൈറ്റ് ഗാർഡിൻ്റെ കേരള സ്റ്റേറ്റിൻ്റെ ഒഫീഷ്യൽ പേജിൽ ഇന്നലെ ആ വീഡിയോ വന്നിട്ടുണ്ട്. അതായത് ഈ 12-ാം തീയതി അല്ല 13-ാം തീയതി അർജുൻ എനിക്കത് ഇന്നലെ രാത്രി അയച്ചത്. ഞാനും അത് കണ്ടപ്പോൾ സത്യത്തിൽ നമ്മൾ ഈ പരിശീലനമൊക്കെ ഇവരുടെ കുറച്ച് പരിശീലനം നമ്മൾ നോക്കുമ്പോൾ ഈ RSS ശാഖകളിൽ പഠിപ്പിക്കുന്ന ചില പരിശീലനം, അതികഠിനമായ പരിശീലനം, നേരത്തെ പറഞ്ഞതുപോലെ ഏത് ദുരന്ത മുഖത്തെയും അവിടുത്തെ ജനങ്ങളെ രക്ഷിക്കാനും അല്ലെങ്കിൽ ആ ദുരന്തത്തിൽ പെടുന്നവരെ അതിൽ നിന്ന് കരകയറ്റി കൊണ്ടുവരാനുമുള്ള അതികഠിനമായ പരിശീലനങ്ങൾ. അല്ല, ഞാൻ ഇതുപോലത്തെ ഒരു പരിശീലനം മുമ്പ് കണ്ടിട്ടുള്ളത് ഈ RSSന്റെ OTC ITC ക്യാമ്പുകളിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ്. ഈ OTC സെക്കൻഡ് ഇയറിലൊക്കെയാണ് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതേപോലത്തെ പരിശീലനങ്ങൾ ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സാധാരണ ITCയിലൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതലും ഈ പ്രാർത്ഥനകളും ഈ സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരും. എന്നിരുന്നാലും ഈ വൈറ്റ് ഗാർഡ് വളരെ ശക്തമായ രീതിയിൽ തന്നെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തന്നെ അവർ അതിൻ്റെ പരിശീലനം പൂർത്തിയാക്കിയവരാണ് ഈ വയനാട്ടിൽ പ്രവർത്തിച്ചതെന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഈ വയനാട്ടിൽ അവർ പോയിട്ട് ഇതെല്ലാം കണ്ട് എന്തു ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയല്ല ചെയ്തത്. അങ്ങനെ പോയി നിന്ന് ഒരുപാട് സന്നദ്ധ സംഘടനകൾ ഉണ്ടെന്നാണ് ഞാൻ അവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അവർ പോയി അങ്ങനെ നിൽക്കുകയല്ല ചെയ്തത്. അവർ ഈ സൈനികരോടൊപ്പം അല്ലെങ്കിൽ അവിടുത്തെ കേരള ഫയർഫോഴ്സിനോടൊപ്പം പോലീസിനോടൊപ്പം അവരോട് തോളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കാഴ്ച. ഞങ്ങൾ എന്ത് ചെയ്യണമെന്നല്ല അവർ വയനാട് പോയിട്ട് ചോദിച്ചത്, എന്ത് ചെയ്യാൻ പറ്റും എന്നുമല്ല അവർ ചോദിച്ചത്. അവിടെ എത്തിയ ഉടനെ ഇവരെ കൊണ്ട് ചെയ്യുന്നതിൻ്റെ ഏറ്റവും മാക്സിമം അവരതിൽ ചെയ്തു എന്നുള്ളതാണ്. മണ്ണിനടിയിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നത് ഉൾപ്പെടെയുള്ള ഈ കൈകാലുകൾ മാത്രം കിട്ടിയതുകൊണ്ട്, തലയോട്ടി മാത്രം കിട്ടിയതുകൊണ്ട് അവിടെയൊക്കെ മനസ്സ് പതറാതെ, അതാണ് അവരുടെ ഒരു, എനിക്ക് തോന്നുന്നു ഈ പരിശീലനത്തിൽ നിന്ന് അവർക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു ഗുണമെന്ന് പറയുന്നത്, മനസ്സ് പതറാതെ ഒരു ഭാഗത്തും മനസ്സിനെ കൈവിടാതെ നിന്നുകൊണ്ട് ആ ഉദ്ദേശം എന്തിനാണോ തങ്ങൾ അവിടെ എത്തിയത് ആ ഉദ്ദേശത്തെ കൃത്യമായി പാലിക്കുക എന്നുള്ള രീതിയിലേക്കാണ് അവർ പോയത്. പെട്ടെന്നുണ്ടായ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പൊട്ടിമുളച്ചുണ്ടായ ഒരു സാധനമല്ല ഈ വൈറ്റ് ഗാർഡ് എന്ന് പറയുന്നത്. അവർ ഈ വർഷങ്ങളോളം അവരുടെ യുവതലമുറ, അങ്ങനെ തന്നെ പറയണം, അവർ കൃത്യമായി സമൂഹത്തിന് തങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, വർഗീയത അല്ലെങ്കിൽ മറ്റുള്ളവരെ ഞങ്ങൾ വലിയ സംഭവമാണ് എന്ന് കാണിക്കാതെ, എനിക്ക് തോന്നുന്നു DYFI ഒക്കെ പല സമയങ്ങളിലും പല പരസ്യ പ്രചരണങ്ങളും ഒക്കെ ഈ ദുരന്ത ഭൂമിയിൽ നിന്നുകൊണ്ട് കാണിച്ചത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. പോരാളി ഷാജിയൊക്കെ 24 മണിക്കൂറും അവരെ അങ്ങ് പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്കതല്ല, പുകഴ്ത്തലല്ല ആവശ്യം, പരസ്യങ്ങളുമല്ല ആവശ്യം. ആ ദുരന്ത മുഖത്ത് എന്ത് തങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയും, അതിന് തങ്ങൾ പരിശീലിച്ച രീതികൾ അവിടെ പ്രയോഗിക്കാൻ കഴിയും, അതാണ് ഇവർ നോക്കുന്നത്. അങ്ങനെയല്ലേ? അതെ. നമുക്ക് ഞാനത് പറഞ്ഞ സമയത്ത് പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട സാധനമുണ്ട്. നമ്മുടെ ഈ ബോഡികളൊക്കെ ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മൾ ജീവനോടെ ആളുകളെ രക്ഷിക്കാൻ ശ്രമിച്ചു. ആദ്യത്തെ ദിവസം ബോഡികൾ എടുത്തു. ഇത് കഴിഞ്ഞിട്ട് കാര്യം അങ്ങ് മാറി, ജീർണിച്ച അവസ്ഥയിലേക്ക് പോയി. മണം, ദുർഗന്ധം,
ബോഡി എന്തായാലും ചീഞ്ഞു കഴിഞ്ഞാൽ ഒരു മണമുണ്ടാവും, മനുഷ്യ ശരീരമായാലും എന്തായാലും. ആ മണമുള്ള ദുർഗന്ധമുള്ള ബോഡി പാർട്സുകൾ ഈ പാറക്കെട്ടിൻ്റെ ഇടയിൽ നിന്നും താഴേക്കൊക്കെ കയറിട്ട് ഇറങ്ങി അവിടുത്തെ ഈ സൈന്യത്തോടൊപ്പം ചേർന്ന് അല്ലെങ്കിൽ ഫയർഫോഴ്സിനോടൊപ്പം ചേർന്ന് അവിടെ നിന്ന് എടുക്കുകയാണ്. അവിടെ നിന്ന് എടുത്ത് അവർ കൃത്യമായി കൊണ്ടുപോവുകയാണ്. ഇത് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ എടുത്ത് പറയാതെ പോകാൻ പറ്റാത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ വൈറ്റ് ഗാർഡാണ് അവിടെ ആദ്യമായിട്ട് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സന്നദ്ധമായിട്ടുള്ള സംവിധാനമാണ്. ഇതേ ഒരു വൈറ്റ് ഗാർഡിനെ തന്നെയാണ് സർക്കാർ സംവിധാനങ്ങൾ അവിടെ നിന്ന് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അടിച്ചോടിച്ചത്. അതായത് ഈ മുസ്ലിം മതവിശ്വാസ പ്രകാരം ഭക്ഷണം കൊടുക്കുക, സക്കാത്ത് കൊടുക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വളരെ വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും ആ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവരവിടെ പ്രവർത്തിച്ചത്. ആ വിശ്വാസത്തെ പോലും ചില ആൾക്കാർക്ക് പേടിപ്പെടുത്തു എന്ന് പറയാം. അതിന് സർക്കാർ ന്യായീകരണങ്ങൾ പറയാം. ഇതിനൊക്കെ സംവിധാനങ്ങൾ ആദ്യഘട്ടത്തിലില്ലായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ സംവിധാനങ്ങളായി, അതുകൊണ്ട് നമ്മൾ അവരോട് വേണ്ടെന്ന് പറഞ്ഞു എന്ന് പറയാം എന്നുള്ള ഒരു ന്യായീകരണം നമുക്ക് ഉന്നയിക്കാം. ആ ഘട്ടത്തിൽ പല മന്ത്രിമാരും ഈ ന്യായീകരണമൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. ഭക്ഷണം കിട്ടാതെ പോയ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പല. പക്ഷേ പിന്നീട് അവിടെ ഈ സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായി ഭക്ഷണങ്ങൾ എത്തിച്ചുവെങ്കിലും പിന്നീട് അവിടെ ഭക്ഷണത്തിന് ക്ഷാമം വന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പം തന്നെ ഈ പറഞ്ഞ മന്ത്രിമാർ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ തിരുത്തി പറയേണ്ട ഒരു ഘട്ടം കൂടി അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. അതായത് ഈ വൈറ്റ് ഗാർഡ് ഒരു 5000 മുതൽ 10000 പേർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നതാണ്. അതും സാധാരണ രീതിയിൽ ക്യാമ്പുകളിലൊക്കെ കൊടുക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ഉപ്പുമാവും പഴമോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്, നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ വൈറ്റ് ഗാർഡ് അവിടെ ഒരു സ്ഥലത്ത് പൊറോട്ട അടിക്കുന്നു, ഒരു സ്ഥലത്ത് ഇത് സംവിധാനങ്ങൾ ചെയ്യുന്നു, ഒരു സ്ഥലത്ത് ദോശ ചൂടുന്നു, ലൈവായിട്ടുള്ള കൗണ്ടറുകൾ പ്രവർത്തിക്കുന്നു, ചോറ് കറി സംവിധാനങ്ങൾ, ബിരിയാണി കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ, ബിരിയാണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. പല ആൾക്കാരും അവിടെ വന്നിട്ട് ക്യാമ്പുകളിലൊക്കെ ഉദ്യോഗസ്ഥർ സൈനികർക്ക് ഇവർക്കൊക്കെ കൊണ്ടുപോകുന്നു, അവിടെ നിന്ന് ഭക്ഷണം കൊണ്ടുവന്നു. ആ രീതിയിലേക്ക് അവർ വളരെ മികച്ച പ്രവർത്തനം അവിടെ നടത്തി എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അതായത് വൈറ്റ് ഗാർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമായി നമുക്ക് വിലയിരുത്തേണ്ടത് അവിടുത്തെ ദുരന്ത നിവാരണ പ്രവർത്തനം തന്നെയാണ്. രണ്ടാമത്തെ കാര്യമെന്ന് നമുക്ക് പറയേണ്ടത് അവിടെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ കാണിച്ച ആ മനസ്സ്. മൂന്നാമത്തെ പോയിന്റായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച വലിയൊരു ആശയമുണ്ട്. അതായത് ഫണ്ട് കളക്ഷൻ. വയനാടിന് വേണ്ടി നമുക്ക് കൈകോർക്കാം എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിന്റെ ഒരു വലിയ രീതി. അതെ. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ ഉയർത്തി കാണിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് അവര് കൈകോർത്തു ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി, ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ട് സാധാരണ രീതിയിൽ നമുക്ക് ഈ സംവിധാനങ്ങളെ ഒരു ഡിജിറ്റലായിട്ട് നമുക്ക് കൊടുക്കുന്ന അതിൻ്റെ ഒരു ട്രാൻസ്പെറൻസി നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട് പലപ്പോഴും. പക്ഷേ ഈ മുസ്ലിം ലീഗിൻ്റെ ആപ്പ് ഞാൻ കഴിഞ്ഞ ദിവസം കയറി നോക്കുകയും ചെയ്തു, ഞാനൊരു സംഭാവന കൊടുക്കുകയും ചെയ്തു. അതെ, എനിക്ക് തോന്നിയുകൊണ്ട് കൊടുത്തതാണ്, കാരണം അത്രയും ട്രാൻസ്പെറൻ്റ് ആണ് കാര്യങ്ങൾ. അതുകൊണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു അക്കൗണ്ടിൽ നിന്ന് പണം അവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ ട്രാൻസ്ഫർ ചെയ്യുന്നവിടെ തന്നെ ആ ട്രാൻസാക്ഷൻ ഇങ്ങനെ ഓരോ മിനിറ്റും ഇത്ര ട്രാൻസാക്ഷൻസ് ഇങ്ങനെ 100 കണക്കിന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മുടെ പേര് എഴുതി കാണിക്കുവാണ് ഈ ലിസ്റ്റിനകത്ത്. അർജുൻ സി വനജ് ട്രാൻസ്ഫേർഡ് ദിസ് എമൗണ്ട് സോ ആൻഡ് സോ എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കുകയാണ്. അപ്പം നമ്മളവിടെ പണം കൊടുത്തു എന്നുള്ളൊരു രേഖ അവിടെ കൃത്യമായിട്ട് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന നിലയിലേക്ക് വരുന്നു. എത്ര ഫണ്ട് വന്നു എന്നുള്ളത് കാണുന്നു. നമ്മൾ ഈ സംസാരിച്ചിട്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഉദ്ദേശം എനിക്ക് തോന്നുന്നു ഒരു 16 കോടിയെങ്കിലും കവിഞ്ഞിട്ടുണ്ടാവും ഈ മുസ്ലിം ലീഗിൻ്റെ ഈ വയനാടിനെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 16 കോടി കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ PK ഫിറോസിൻ്റെ FB പോസ്റ്റ് ഞാൻ നോക്കുന്നത് ഏറ്റവും ലാസ്റ്റ് ഫിറോസ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് 15 കോടി കവിഞ്ഞു എന്ന് പറയട്ടെ. ഞാൻ ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് മുമ്പ് ഫിറോസിനെ വിളിച്ചെങ്കിലും ഫിറോസ് ഫോൺ എടുത്തിട്ടില്ല. ഇല്ലായിരുന്നു കൃത്യമായ എമൗണ്ട് നമുക്ക് കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ നമുക്ക് കൊടുക്കായിരുന്നു. ആപ്പിൽ കയറി നോക്കിയത് ആപ്പിൻ്റെ എമൗണ്ട് പറയുന്നത് 16 കോടി ആ റേഞ്ചിലാണ് പറയുന്നത്. ഇതിനെ കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ നമുക്ക് കൊടുക്കായിരുന്നു. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവർ ചെയ്തിട്ടുള്ള ആ ഒരു ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് ആ ട്രാൻസ്പെറൻസിൻ്റെ പുറത്ത് തന്നെയാണ് നമ്മുടെ ജോയി മാത്യു സംവിധായകൻ ജോയി മാത്യു അതിലേക്ക് ഫണ്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ഈ മുസ്ലിം ലീഗുമായിട്ട് അല്ലെങ്കിൽ യൂത്ത് ലീഗുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാത്തവർ കൂടി ഇവർക്ക് പണം കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ വേണമെങ്കിൽ സർക്കാരിന്റെ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയേക്കാൾ ചിലർക്കെങ്കിലും കുറച്ചുകൂടെ ഒരു, അതാണ് ഞാൻ അർജുനോട് ചോദിക്കാൻ വന്നത്, കുറച്ചുകൂടി വിശ്വാസ്യത ഇവരുടെ ഈ ആപ്പിൽ ജനങ്ങൾക്കുണ്ടായി എന്നുള്ളതാണ് ഈ 16 കോടി ഒഴുകിയെത്തിയതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവ് എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഇപ്പോൾ ആര് പറഞ്ഞാലും കേസെടുക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് പോകുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് പറയാനും ഭയമാണ്. മാധ്യമപ്രവർത്തകരാണെങ്കിൽ കൂടി പറയാൻ ഒരു ചെറിയ ഭയം, ഏത് രീതിയിലാണ് അത് എടുക്കുന്നതെന്നറിയില്ല. പക്ഷെ എങ്കിൽ പോലും ഈ വൈറ്റ് ഗാർഡ് അല്ലെങ്കിൽ ഈ മുസ്ലിം ലീഗിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾ അത് ചിലപ്പോഴെങ്കിലും കാണാതെ പോകുന്നുണ്ട്, ചിലപ്പോഴെങ്കിലും ചർച്ചയോ വാർത്തയോ ആകാതെ പോകുന്നുണ്ട് എന്നുള്ളതാണ്. തെറ്റുകൾ മാത്രം പലപ്പോഴും ചൂണ്ടിക്കാട്ടുന്നവർ ഇവർ ചെയ്യുന്ന
ഇത്തരം നന്മകളെക്കുറിച്ച്, ഇത്തരം ദുരന്ത മുഖത്താണെങ്കിലും മനുഷ്യൻ ബുദ്ധിമുട്ടുന്ന സമയത്ത് അവരെ ചേർത്ത് പിടിക്കുന്ന ഇവരുടെ ഒരു മനസ്സിൻ്റെ ആ ഒരു വലിയ മനസ്സിൻ്റെ നന്മ പലപ്പോഴും നമ്മൾ കാണാതെ പോകുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും. ഈ മുസ്ലിം ലീഗിനെ പലപ്പോഴും പല ആൾക്കാരും, പ്രത്യേകിച്ച് ഈ സംഘപരിവാറും അതുപോലെ കേന്ദ്രങ്ങളൊക്കെ ഈ SDPയോടൊപ്പം ഒക്കെ ചേർത്ത് കെട്ടാൻ വേണ്ടി പലപ്പോഴും ശ്രമിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ SDPയും മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ആനയും വ്യത്യാസം എനിക്ക് തോന്നുന്നത്. SDP എവിടെ കിടക്കുന്നു? നമുക്ക് ഈ വയനാടിന്റെ കാര്യത്തിൽ SDPനെ നമുക്ക് അവരുടെ സേവന പ്രവർത്തനങ്ങൾ നമുക്ക് കാണാതെ പോകാൻ പറ്റില്ല. അവർ ചെയ്തിട്ടുണ്ട്, അതിന് നമ്മൾ നിർത്തും. പക്ഷെ അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ, അവരുടെ ആദർശങ്ങൾ, അതിനോടൊക്കെ എനിക്ക് വലിയ വിയോജിപ്പുള്ള വ്യക്തിയാണ്. പക്ഷേ അവർ വയനാട്ടിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് ഒരിക്കലും കാണാതിരിക്കാൻ പാടില്ല. അതിന് നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ്, അതിനെ ചേർത്ത് നിർത്തേണ്ടതാണ്. പക്ഷേ ആ ഒരു സംഭവത്തിൽ മാത്രം ചേർത്ത് നിർത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാത്ത സമയത്ത് SDPനെയും അല്ലെങ്കിൽ ലീഗിനെയൊക്കെ സമവൽക്കരിച്ച് സംസാരിക്കുന്ന ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ലീഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ മതേതരത്വം കൃത്യമായി കാത്തു സൂക്ഷിക്കുന്ന ഈ പാണക്കാട് കുടുംബം പോലത്തെയുള്ള അവിടെ നിന്നുള്ള നിർദ്ദേശങ്ങൾ തന്നെയാണ് ഈ ലീഗിനെയും യൂത്ത് ലീഗിനെയും അതുപോലെ തന്നെ MSFനെയൊക്കെ നയിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ PK ഫിറോസ്, KM ഷാജി അങ്ങനെ തുടങ്ങിയിട്ട് ഈ PK ഫിറോസ് ഒക്കെ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. നമ്മളത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് മാത്രമല്ല, അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു കാര്യം നമ്മൾ മറ്റ് മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ നമുക്ക് പേഴ്സണൽ അറിയാവുന്ന പേരും ഒക്കെ വിളിച്ച് അദ്ദേഹം ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ കാര്യം എടുത്തു പറയുന്നത്, ഈ ഒരു സമയത്ത് നിരവധി പേർ, അർജുൻ നേരത്തെ പറഞ്ഞതുപോലെ നിരവധി പേർ ഈ ഒരു രംഗത്ത് വന്നിട്ടുണ്ട്, ഒരുപാട് പേരെ സഹായിക്കാൻ നിന്നിട്ടുണ്ട്. പക്ഷെ ഇവരുടെ ഒരു നേരായ രീതിയിലുള്ള, അതായത് ഏത് കൈകളിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഈ ആശ്വാസ വാക്കുകൾ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഈ പണം ഏത് അർഹതപ്പെട്ട കൈകളിലേക്ക് എത്തുന്നു എന്ന് അവർ കൃത്യമായി മനസ്സിലാക്കി അതേ വഴി വരച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അത് പറയുന്നത് നമുക്ക് പറയാതെ പോകാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ഈ പുത്തുമല ദുരന്തവുമായി ബന്ധപ്പെട്ട് അതിന് മുമ്പിലുള്ള ദുരന്തവുമായി ബന്ധപ്പെട്ട് ഈ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച അല്ലെങ്കിൽ യൂത്ത് ലീഗ് പ്രഖ്യാപിച്ച വീടുകളുണ്ട്. ആ വീടുകളുടെ ചിത്രമൊക്കെ കൃത്യമായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. അത് പണി പൂർത്തിയായി. എന്തൊരു മനോഹരമായ വീടുകൾ, സർക്കാർ കൊടുക്കുന്ന വീടുകളെക്കാളും എന്തുകൊണ്ടും മനോഹരവും, ആളുകൾക്ക് അതിൽ കയറി ഇതൊരു എന്താ പറയുക സൗജന്യമായി കിട്ടിയ വീടാണ് അല്ലെങ്കിൽ വളരെ പരിമിതമായ സൗകര്യങ്ങളോട് കൂടി ജീവിക്കേണ്ട വീടാണെന്ന് തോന്നാത്ത തരത്തിലുള്ള വീടുകൾ നിർമ്മിച്ചു കൊടുത്തു എന്നുള്ളതാണ് അവിടുത്തെ ഹൈലൈറ്റ്. വീടുകൾ രണ്ടു തരത്തിൽ കൊടുക്കാവുന്നില്ല. ഇതിനകത്ത് പല സംഘടനകളും കൊടുക്കുന്ന 500 സ്ക്വയർ ഫീറ്റ് വീട് ഉണ്ടാക്കി കൊടുത്തിട്ട് വലിയ ഫണ്ട് വേറെ CSR ഫണ്ടിൽ നിന്ന് അടിച്ചിട്ടുള്ള സംഭവം കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മുസ്ലിം ലീഗിന് ആ തരത്തിൽ കിട്ടില്ല. ആ തോണിയിൽ മുസ്ലിം ലീഗിനെ കയറ്റാൻ വേണ്ടിയിട്ട് ആരും ശ്രമിക്കാൻ വേണ്ട. മുസ്ലിം ലീഗിന് അല്ലെങ്കിൽ യൂത്ത് ലീഗിന് കൃത്യമായ സംവിധാനമുണ്ട്, അവർക്ക് കൃത്യമായിട്ടുള്ള ഇതിന് ഓഡിറ്റിംഗ് സംവിധാനമുണ്ട്, അവർ ട്രാൻസ്പെറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും ഈ വയനാടിനെ ചേർത്ത് നിർത്താമെന്ന് പറയുന്നിട്ടുള്ള ഈ ആപ്പിലേക്ക് ഒരു 16 കോടിയിലധികം രൂപ ഒഴുകിയെത്തിയത് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റും. മാത്രമല്ല അവർ വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തനം, ഫുഡ് കൊടുത്ത പ്രവർത്തനം, അവിടുത്തെ എല്ലാവിധ സന്നദ്ധ പ്രവർത്തനങ്ങളും കൃത്യമായി അവർ നടത്തുന്നതോടൊപ്പം തന്നെ പാണക്കാട് കുടുംബത്തിൽ നിന്നുള്ള കൃത്യമായ നിർദ്ദേശത്തിന്റെ പുറത്ത് അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. അവിടെ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല മുസ്ലിം ലീഗ് പ്രവർത്തിച്ചത്. അവിടെ ജാതിയോ മതമോ അവരുടെ നിറമോ ഒന്നും നോക്കാതെ കൃത്യമായി പ്രവർത്തിക്കാൻ വേണ്ടി മുസ്ലിം ലീഗിന് കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ്. ഈ പാണക്കാട് കുടുംബങ്ങൾ ഒട്ടനവധി ഹിന്ദുക്കളുടെ ചേർത്ത് പിടിച്ച സംഭവങ്ങളുണ്ട്, ഹിന്ദു കുടുംബങ്ങളൊക്കെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അമ്പലങ്ങളിൽ പോയിട്ട് സംഭാവന കൊടുത്ത സംഭവങ്ങളുണ്ട്. നമ്മൾ ഇത് എന്താ പറയുക പൊതുവൽക്കരിച്ച് പറയുന്ന സംഭവത്തെ പല മതപണ്ഡിതന്മാർ ചില പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ദുഷ്ടലാക്കോടെ പ്രവർത്തിക്കുന്ന ചില മതപണ്ഡിതന്മാരെ അങ്ങനെ ചെയ്താൽ ഇങ്ങനെയാകും, അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നൊക്കെ നമ്മൾ പറയാൻ പാടില്ല. അപ്പം അങ്ങനെ സംഭവിച്ചു, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയാം. പക്ഷേ അതൊന്നും ഈ പാണക്കാട് തങ്ങളെ കുടുംബങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചോ PK ഫിറോസിനെ സംബന്ധിച്ചോ KM ഷാജിയെ സംബന്ധിച്ചോ ഈ യൂത്ത് ലീഗിൻ്റെ ചെറുപ്പക്കാരെ സംബന്ധിച്ചോ ഒരു പ്രശ്നമല്ല. അവർ കൃത്യമായി കേരളത്തിന് എന്താണോ വേണ്ടത് അത് കൃത്യമായി കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് അടിവരയിട്ട് പറയാൻ വേണ്ടി പറ്റുന്ന തരത്തിലാണ് ഈ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രവർത്തിച്ചത്. മാത്രമല്ല തന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ട് ഈ AC റൂമിലിരിക്കുന്ന സമയത്ത് ഈ വയനാട്ടിൽ ചുരുങ്ങിയത് ഒരു 100-300 വൈറ്റ് ഗാർഡ് പ്രവർത്തകരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ട്.
നമ്മൾ അവർക്ക് സല്യൂട്ട് കൊടുക്കണം. സല്യൂട്ട്, അതെ തീർച്ചയായിട്ടും. വൈറ്റ് ഗാർഡ് മാത്രമല്ല പ്രവർത്തിക്കുന്നത്, പക്ഷേ വൈറ്റ് ഗാർഡും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നിരവധി സന്നദ്ധ സംഘടനകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ മറ്റൊരു വാർത്ത വരുമ്പോൾ ദുരന്ത ഭൂമിയൊക്കെ ആളുകൾ മാധ്യമങ്ങളൊക്കെ മറന്നു പോകുമ്പോഴും ഇതൊന്നും മറക്കാതെ അവിടുത്തെ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന സന്നദ്ധ സംഘടനകൾ എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ടാണ്. ഒപ്പം വൈറ്റ് ഗാർഡിന് കൂടുതൽ കൊടുക്കണം. കാരണം ഇതുവരെ ചിത്രങ്ങളിലൊന്നും അവർ വലിയ രീതിയിൽ എത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവർ അവരുടെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അവരെന്താണെന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അവരെ മാറ്റി നിർത്താതെ തന്നെ തങ്ങളോടൊപ്പമുള്ളവരാണ് എന്ന് ചേർത്ത് നിർത്തുന്ന സന്നദ്ധ സംഘടനകൾ അവർക്കൊപ്പമുണ്ട്. കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങളുണ്ട്, ജനങ്ങളുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ധന്യ. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് പറയേണ്ട കാര്യമാണ്, മറ്റ് സംഘടനകളെ ആരെയും തന്നെ നമ്മൾ നെഗറ്റീവാക്കിയല്ല നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ ഡിവൈഎഫ്ഐയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ആ ഡിവൈഎഫ്ഐയെ കുറിച്ച് പറഞ്ഞത് അവർ ചെയ്തത് വില കുറച്ച് കണ്ടിട്ടല്ല. അവർ തുടക്കത്തിൽ ഓടിയെത്തിയ സംഘടനയാണ് ഡിവൈഎഫ്ഐ. അവരെ നമുക്ക് ഒരിക്കലും നമുക്കവരെ മാറ്റി നിർത്താൻ കഴിയില്ല. അവർ ചെയ്ത പ്രവർത്തനങ്ങളെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. ദുരന്ത ഭൂമിയിൽ ഓരോ സെക്കൻഡും അവർ ചിലവഴിച്ച അതെ മൊത്തം ഉണ്ടായിരുന്നു. അതൊന്നും നമുക്ക് മറന്നുകൊണ്ടല്ല നമ്മൾ പറയുന്നത്, കുറച്ചുകൊണ്ടുമല്ല. പക്ഷേ എന്റെ പോയിന്റ് ഇതാണ്, നമ്മൾ ഡിവൈഎഫ്ഐന്റെ യൂത്ത് ബ്രിഗേഡിന്റെ ടീമിനെ കുറിച്ച്, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ യൂത്ത് കെയർ ടീമിനെ കുറിച്ച്, അതോടൊപ്പം സേവാഭാരതിന്റെ സന്നദ്ധ പ്രവർത്തകരെ കുറിച്ചൊക്കെ നമ്മൾ കേരളം പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഈ വൈറ്റ് ഗാർഡിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം എടുത്തിരിക്കുന്നത്. എനിക്ക് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി കൂടുതൽ താല്പര്യം തോന്നിയത്. ഇവരെ ആരെയും നമ്മൾ നെഗറ്റീവ് വിഷയം അയച്ചു തന്നപ്പോ സത്യത്തിൽ അവിടെ സന്നദ്ധ പ്രവർത്തകരുണ്ട്, നമുക്കറിയാവുന്ന കുറെ സന്നദ്ധ പ്രവർത്തകരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ വൈറ്റ് ഗാർഡിനെ കുറിച്ച് അപ്പോഴാണ് ഞാനും കൂടുതൽ ഒരു മാധ്യമ പ്രവർത്തകയായിട്ടുള്ള എൻ്റെ ഒരു കുറവാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും അപ്പോഴാണ് ഞാനും കൂടുതൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും ABC മലയാളം, ഞങ്ങൾ മീഡിയ മലയാളത്തിലൂടെ എല്ലാ സന്നദ്ധ പ്രവർത്തകർക്കും ഒരു ബിഗ് സല്യൂട്ട് നൽകുന്നു. അതോടൊപ്പം തന്നെ വൈറ്റ് ഗാർഡിന് ഒരു സ്പെഷ്യൽ കൂടി നൽകുകയാണ്. അവരുടെ പരിശീലനം, അവരുടെ കഠിനാധ്വാനം, അവർ ചെയ്യുന്ന രീതികളെല്ലാം വെച്ചിട്ട് ഈ ചർച്ച കൂടുതൽ ഇനി നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ ഇവരെ കുറിച്ച് കൂടുതൽ ഡാറ്റാസ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുകയാണ്. തൽക്കാലം നമുക്ക് അടുത്ത ദിവസങ്ങളിൽ PK ഫിറോസ് ഇവരൊക്കെ ആയിട്ട് തന്നെ സംസാരിച്ച് എങ്ങനെയായിരുന്നു അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് കൂടുതലായി തന്നെ നമുക്ക് റിപ്പോർട്ടുകൾ തീർച്ചയായിട്ടും